ഞാൻ അഭിനവ്. ഞാൻ ദീപിക. സംവത്സരങ്ങൾക്കപ്പുറം സദ്ഭരണത്തിലും ധാർമ്മികതയിലും അനശ്വരമായ ഒരു കാലത്തെ ആഘോഷമാക്കുന്ന ചിരസ്മരണയിൽ നാടെങ്ങും വർണ്ണാഭമായിരിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പകരുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്ന് പൂക്കളവും പുന്നെല്ലിൻ്റെ ഗന്ധവും കൊയ്ത്തുപാട്ടിൻ്റെ താളവും നിറയുന്ന ഒരു കാലത്തിലേക്കുള്ള തിരിച്ചു നടത്തം. ഗ്രാമവിശുദ്ധിയുടെ ഓർമ്മകൾ പകരുന്ന ഓണക്കാലം. ഹൃദയ നൈർമല്യം കൊണ്ടും സത്യനിഷ്ഠ കൊണ്ടും സമൃദ്ധമായ ഒരു കാലത്തെ മലയാളികൾ എന്നും സന്തോഷത്തോടെയും ആർഭാടത്തോടെയുമാണ് സ്വീകരിക്കുന്നത്. കാലം മാറ്റത്തിലൂടെ അനുസ്യൂതം പ്രയാണം നടത്തുമ്പോൾ ഓണം എന്നത് ഒരു വികാരമായി, ആർദ്രതയുടെ നിറവായി, കാത്തിരിപ്പിൻ്റെ സാക്ഷാത്കാരമായി മനസ്സിൽ ഇടം പിടിക്കുന്നു. നീരണിയുന്ന പള്ളിയോടങ്ങളും തുഴയുടെ താളത്തിനൊത്തുയരുന്ന വഞ്ചിപ്പാട്ടുകളും ആർപ്പുവിളികളും നിറയുന്ന ഗ്രാമാന്തരങ്ങൾ പകരുന്ന ദിവ്യമായ സുഖാനുഭവങ്ങൾക്ക് അതിരുകളില്ല. അന്യമായ ഏത് സംസ്കാരം ഉൾക്കൊണ്ട് മലയാളി ജീവിച്ചാലും വറുതിക്ക് അറുതി വരുത്തിയ ഈ മഹത്തായ ആഘോഷത്തെ കൂട്ടായ്മയിലൂടെ സർഗാത്മകമാക്കുന്നു. മത്സരബുദ്ധിയില്ലാതെ, പരീക്ഷകളുടെ ആശങ്കകളില്ലാതെ, വിദ്വേഷമില്ലാതെ, മനസ്സിൽ ആഹ്ലാദാരവങ്ങൾ നിറച്ച് അലംകൃതമായ ഈ കലാലയമുറ്റത്ത് നാം ഒന്നു ചേർന്നിരിക്കുന്നത് ഓണത്തെ അതിൻ്റെ എല്ലാ പ്രതാപത്തോടു കൂടിയും വരവേൽക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ഈ ഓണാഘോഷത്തിൽ പങ്കുചേരുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യ അതിഥി മുഖത്തല ശ്രീകുമാർ അവർകളെയും മറ്റെല്ലാവരെയും നാളെയുടെ പ്രതീക്ഷയായ സന്തോഷവും ഐക്യവും കൊണ്ട് ധന്യമായ ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. നിത്യവും സത്യമായി ഞങ്ങൾ സഞ്ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അറിവിൻ കണങ്ങളും അറിവിൻ കളങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനേ. നിത്യവും സത്യമായി ഞങ്ങൾ സഞ്ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അറിവിൻ കണങ്ങളും അറിവിൻ കളങ്ങളും അടിയങ്ങൾ കേകണി തമ്പുരാനേ. അടിയങ്ങൾ കേകണി തമ്പുരാനേ. അടിയങ്ങൾ കേകണി തമ്പുരാനേ. ക്രൈസ്റ്റ് നഗർ കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാനും ദൃശ്യവിരുന്നിന് സാക്ഷികളാകുവാനും എത്തിച്ചേർന്നവർക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ആദരണീയനായ പ്രിൻസിപ്പാൾ ഫാദർ സിറിയാക്കാനൽ CMI ക്ഷണിക്കുന്നു. എല്ലാവർക്കും വളരെ ആഹ്ലാദകരമായ സമൃദ്ധമായ ഓണക്കാലം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ക്രൈസ്റ്റ് നഗർ കൂട്ടായ്മയുടെ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ മുഖത്തല ശ്രീകുമാർ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ താംസൺ ചെന്നിത്തല, ശിവഗാമി ടീച്ചർ, ഡോക്ടർ മീനാക്ഷി രാമചന്ദ്രൻ ഹെഡ് മിസ്ട്രസ്, രാജശേഖരൻ അക്കാഡമിക് കോർഡിനേറ്റർ,
PTA പ്രസിഡന്റ് ഡോക്ടർ അൻസു, PTA വൈസ് പ്രസിഡന്റ് മിസ്റ്റർ രാഹുൽ രാജീവ്, പ്രിയമുള്ള PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഓണക്കാലം എന്നത് ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസങ്ങളാണ്. നമ്മൾ രാവിലെ പൂക്കളമിട്ടുകൊണ്ടാണ് ഈ ഓണക്കാലത്തിന് തുടക്കം കുറിച്ചത്. ഈ പൂക്കളം ഇടിയിലും അതുപോലെ തന്നെ ഓണക്കളികളും ഓണ ആഘോഷങ്ങളും ഒക്കെ നൽകുന്ന വലിയ ജീവിത സന്ദേശങ്ങളുണ്ട്. പൂക്കളമിടുവാനായിട്ട് നമ്മൾ പലതരം പൂക്കൾ ഒരുമിച്ച് ചേർത്താണ് പൂക്കളമിടുന്നത്. അതുപോലെ തന്നെ പല ആളുകൾ പല നിറത്തിലും വലിപ്പത്തിലും രൂപത്തിലും ഭാവത്തിലും ഡിസൈനിലുമൊക്കെ പൂക്കളം തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഈ പലതായിട്ടുള്ള പല നിറങ്ങളിലുള്ള പലതരത്തിലുള്ള പൂക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സൗന്ദര്യമാണ് പൂക്കളത്തിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ പൂക്കളത്തിൻ്റെ ഒരു വിശിഷ്ടത വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓണക്കാലം എന്നുള്ളത്. നിങ്ങൾ പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പല വീടുകളിൽ നിന്ന് പല മനോഭാവങ്ങളോടുകൂടി പല രൂപഭാവങ്ങളോടുകൂടി പല സ്വഭാവ രീതികളോടുകൂടി ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഓണം ആഘോഷിക്കുമ്പോൾ അതാണ് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത. ഓണപ്പാട്ടുകളിൽ തന്നെ നമുക്കറിയാം, പഴമയുടെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും എന്ന് പറയുന്ന പാട്ടെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഓണക്കാലം. അപ്പോൾ നമ്മുടെ ഓണാഘോഷവും സത്യമാകാനായിട്ട് പൂർണ്ണമാകുവാനായിട്ട് എല്ലാവരും ഒരുപോലെ ആകണം. വലിപ്പച്ചെറുപ്പങ്ങളില്ല, പ്രായവ്യത്യാസമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഭാഷയുടെയോ കുടുംബത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളില്ലാത്ത ഒരു കാലഘട്ടം. ഓണത്തിന് നമ്മൾ മാവേലിയെ എതിരേൽക്കുന്നുണ്ട്. മാവേലി എന്നുള്ള വാക്കിന് വേലിയില്ലാത്ത കാലം എന്നുള്ള അർത്ഥം പറയാറുണ്ട് പലപ്പോഴും. അതായത് മനസ്സിലെ വേലി കെട്ടി ആരെയും വേർതിരിച്ച് നിർത്താത്ത, മനസ്സിൻ്റെ സ്നേഹത്തിൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നും ആരെയും പുറത്തേക്ക് മാറ്റി നിർത്താത്ത ഒരു മനോഭാവം. അങ്ങനെയുള്ള മനോഭാവം ഉൾക്കൊള്ളുമ്പോഴാണ് ഓണം സത്യമാകുന്നത്. അതുകൊണ്ട് ഈ ഓണക്കാലത്തിനെ വരവേൽക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായിട്ട് സാഹിത്യകാരനും അതുപോലെ തന്നെ ആകാശവാണിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് ആളുകളുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹത് വ്യക്തിയുമായ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യാതിഥി ശ്രീ മുഖത്തല ശ്രീകുമാറിനെ ക്രൈസ്റ്റ് നഗർ കുടുംബത്തിലേക്ക് ഈ ഓണാഘോഷത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുവനായിട്ട് മാവേലി നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നു. മാവേലിക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ആയിരിക്കുന്ന റവറൻഡ് ഫാദർ താംസൺ ചെന്നിത്തല, അതുപോലെ തന്നെ ശിവകാമി ടീച്ചർ, രണ്ടു പേർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ PTA പ്രസിഡന്റുമാരായിട്ടുള്ള പ്രസിഡന്റ് ഡോക്ടർ അൻസു, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ രാഹുൽ രാജീവ്, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, മറ്റ് മാതാപിതാക്കൾ, എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ക്രൈസ്റ്റ് നഗറിൻ്റെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹെഡ് മിസ്ട്രസ് മീനാക്ഷി മാം, അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ രാജശേഖരൻ സാർ, രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരായ അധ്യാപകർ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി അധ്യാപകരുടെ കഷ്ടപ്പാടാണ് ഈ ഒരു ഓണക്കാലം മനോഹരമാക്കുവാനായിട്ട്, ഓണാഘോഷം മനോഹരമാക്കുവാനായിട്ട് ഇന്ന് നമുക്ക് ഇടയാക്കി തീർത്തത്. അതുകൊണ്ട് അവരുടെ സേവനങ്ങൾക്കും അവരുടെ സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, അവരുടെ സേവനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഓണാഘോഷത്തിലേക്ക് അവരെ ഒത്തിരി ആദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളാണ് ഇന്നിവിടുത്തെ പൂക്കൾ.
ഈ ക്രൈസ്റ്റ് നഗർ ഒരു വലിയ പൂക്കളം പോലെ ആയി തീർന്നിരിക്കുകയാണ്. പല നിറത്തിലും വലിപ്പത്തിലും ഭാവത്തിലുമുള്ള നിരവധി പൂക്കൾ. ആ പൂക്കൾ ഒരു പൂമ്പാറ്റകളെ പോലെ ഈ നമ്മുടെ ക്യാമ്പസിൽ ഓടിച്ചാടി പറന്നുല്ലസിക്കുമ്പോൾ ജീവനുള്ള പൂക്കളമായിട്ട് ക്രൈസ്റ്റ് നഗർ ഇന്ന് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷം നിലനിൽക്കുന്നതാകട്ടെ. നിങ്ങളുടെ ഈ സമത്വം എന്നും സ്നേഹത്തിലും ഐശ്വര്യത്തിലും നിറയുന്നതാകട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം ഓണത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇവിടെയുണ്ട്. ടോം സാറിൻ്റെ നേതൃത്വത്തിൽ അവർ ഈ ഓണക്കാലത്തിന് വേണ്ടിയിട്ട് ഓണക്കാലം മനോഹരമാക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. അവരുടെ സ്നേഹത്തെയും അനുസ്മരിച്ചുകൊണ്ട് അവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓണം ഉണ്ടാകട്ടെ. അസമത്വങ്ങൾ ഇല്ലാതാകട്ടെ. എല്ലാവരും ഒരുമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടെയും കഴിയുന്ന നല്ല നാളെ സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹാപ്പി ഓണം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പൊന്നോണത്തിന്റെ പൊൻപ്രഭ ചൊരിഞ്ഞ് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ ഏറ്റുവാങ്ങാൻ നാം ഏവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ധന്യ നിമിഷത്തിൽ ആടിത്തിമർക്കുവാനെത്തുന്നു LP2 കുഞ്ഞു കൂട്ടുകാർ. തെയ്യമാടുന്ന തീരം എന്റെ കേരളം, തിരകൾ കേളിയാടുന്ന നാടൻ പൊന്നിൻ കേരളം. കേരളം 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 കേരളം. നിളയുടെയോളം കഥകളിയാടി കിളികുലജാലം ശുഭകാകളി പാടി തിരുവാഴും കൂടുണരാൻ വില്ലടി മേളങ്ങൾ തുളുനാടിൻ ഗിരിമാറിൽ അംഗച്ചമയങ്ങൾ. ഇതു കേരളം 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 കേരളം. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പു മൂകം. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പു മൂകം. പാടിവരും പാടൻ ആടിവരുന്നു ഞാൻ കുഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോണം. കുളിച്ചൊരുങ്ങും പൂക്കാലം പൊരിച്ചൊരുക്കും പൂപ്പാടം പറിച്ചെടുക്കും അത്തം നാൾ പുലരി തൊട്ടേ പത്തോണം. കുരുക്കുത്തിപ്പൂം പരുത്തി മുള്ളേ തേന്മാവിൻ മാറിൽ അയ്യയ്യ മായാജാലം നീ. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനുമെന്നോർമ്മയും കാത്തിരിപ്പു മൂകം. പാടിവരും പാടൻ ആടിവരുന്നു ഞാൻ കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കത്തിരുവോണം.
പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ മുല്ല 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 മുടിമേലെ മണ പരത്തണം മലയാളക്കരയിലക്കണം വിളമ്പാനായില നിരത്തണം ഒരു ജീവ മിനിങ്ങി വാ ഏത് മൂട് മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണമൂട് ഏത് മൂട് മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓടെ ഇന്നത്തെ ഓണാഘോഷ പെരുമയ്ക്ക് മോടി കൂട്ടുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥി നമുക്കേവർക്കും പരിചിതനാണ്. ആകാശവാണിയുടെ മുഖശ്രീയും ശ്രോതാക്കളുടെ പ്രിയങ്കരനുമായ ശ്രീ മുഖത്തല ശ്രീകുമാറാണ് ഇന്നേ ദിവസം ആഗതനായിരിക്കുന്നത്. അദ്ദേഹത്തെ തിരിതെളിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും ഓണ സന്ദേശം നൽകുന്നതിനും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശുഭം കുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതിർ പരബ്രഹ്മ ദീപജ്യോതിർജനാർദ്ദനഃ ദീപജ്യോതിർ പരബ്രഹ്മ दीपज्योतिर्जनार्दनः दीपो हरतु मे पापं सन्ध्यादीपनमोऽस्तु ते ओ दीपब्रह्मरूपस्त्वं ज्योतिषां प्रभुरव्ययः ओ दीपब्रह्मरूपस्त्वं ज्योतिषां प्रभुरव्ययः आरोग्यं देहि पुत्रांश्च मतिं स्वच्छां मे सदा रवेरस्तं समारभ्य यावत् सूर्योदयो भवेत् रवेरस्तं समारभ्य यावत् सूर्योदयो भवेत् यस्य दिष्टिर्गृहे दीपः तस्य नास्ति ക്രൈസ്റ്റ് നഗർ സീനിയർ സെക്കൻഡറി സ്കൂൾ തിരുവല്ലത്തിൻ്റെ പ്രിൻസിപ്പൽ റവറൻ ഫാദർ സിറിയക് കാനയിൽ CMI, ഈ സ്കൂളിൻ്റെ ബർസർ റവറൻ ഫാദർ തോംസൺ ചെന്നിത്തല CMI, വൈസ് പ്രിൻസിപ്പൽ ശിവഗാമി M, ഹെഡ് മിസ്ട്രസ് ഡോക്ടർ മീനാക്ഷി രാമചന്ദ്രൻ, അക്കാഡമിക് കോർഡിനേറ്റർ രാജശേഖരെ, PTA വൈസ് പ്രസിഡൻറ്റ് രാഹുൽ രാജീവ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകർ, രക്ഷാകർതൃ സമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ഗംഭീരമായി ഇത്രയും ചിട്ടയോടുകൂടി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു ഓണാഘോഷത്തിൽ ഇത്രയേറെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് സംസാരിക്കാൻ കഴിയുക എന്നതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാം ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ നിങ്ങളിപ്പോൾ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ നിർത്തി എന്നോട് സഹകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുമോ? ഇനി ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ നിങ്ങൾ നിശബ്ദമായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറയുന്നത് കേൾക്കണമല്ലോ. സാറുമാരൊക്കെ പറയുമ്പോൾ ചെറിയ ശബ്ദം ഉണ്ടാക്കാം, കാരണം അവരെന്നും നിങ്ങളോട് സംസാരിക്കുകയാണല്ലോ. ഞാൻ ആണ്ടിലൊരിക്കൽ ഇന്നിപ്പോൾ വന്ന് സംസാരിച്ചിട്ട് പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മൾ തമ്മിലൊരു അദൃശ്യ കരാറുണ്ട്. എന്താണത്? ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കും, ഇല്ലേ? ഇരിക്കും. ഓക്കെ. ഞാൻ വിചാരിച്ചത്, ഞാൻ ഈ ഇവിടെ കുട്ടികളുടെ നൃത്തം കാണുമ്പോൾ ഞാൻ
എൻ്റെ മകളെക്കുറിച്ചാണ് ഓർത്തത്. എൻ്റെ മകള് ഇപ്പോൾ വലിയ കുട്ടിയായി. ഇപ്പോൾ അവൾ അധ്യാപികയാവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. BEd പഠിച്ചുകൊണ്ടിരിക്കുന്നു, MA കഴിഞ്ഞിട്ട്. അപ്പോൾ അവൾ സ്കൂളിലായിരിക്കുമ്പോൾ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഇതുപോലെ ഓണക്കാലത്തൊക്കെ സ്കൂളിൽ നൃത്തം വരുമ്പോൾ അവളിതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിലെല്ലാ സ്ഥലത്തും നൃത്തം ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ അതാണ് ഓർത്തുകൊണ്ടിരുന്നത്. അവളിതിൻ്റെ ഈ നൃത്തം വരുന്നതിൻ്റെ തലേ ദിവസം, അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ പാത്രം എടുത്തു വയ്ക്കുന്നത്, നമ്മളോട് സംസാരിക്കുന്നതൊക്കെ ഈ നൃത്തത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടാണ് സംസാരിക്കുക. അങ്ങനെ നടന്നിരുന്നത്. അപ്പോൾ ഞാൻ ഈ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഞാൻ ഇവരൊക്കെ ഓരോ വീട്ടിലും ഇവർ ഈ ഓണത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായി എത്ര നേരത്തെ ഓണം കൊണ്ടുവന്നിരിക്കാം എന്നാണ് ആലോചിച്ചത്. അപ്പോൾ ഇത്രയും ഗംഭീരമായിട്ട്, ഇത്രയും വിശാലമായിട്ടുള്ള ഈ സ്റ്റേജ് ഉണ്ടാക്കിയത് തന്നെ ഇങ്ങനൊരു ഓണ നൃത്തത്തിന് വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്ന വിധത്തിൽ അതിൽ എത്ര ഗംഭീരമായിട്ടാണ് അവർ ആ നൃത്തം നിർവഹിച്ചത്. അവരെ പരിശീലിപ്പിച്ചവരെയും അതിന് സന്നദ്ധരായ കുട്ടികളെയും അതിന് വേദിയായി തീർന്ന ഈ വിദ്യാലയത്തെയും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാൻ ഈ വിദ്യാലയത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പൊതുവേ തന്നെ എനിക്ക് ഈ ഞാൻ പഠിച്ചത് കോളേജിൽ പഠിച്ചത് ഞാൻ ഫാത്തിമ മദ നാഷണൽ കോളേജ് എന്ന കോളേജിലാണ്. ഞാൻ പ്രീ-ഡിഗ്രി മുതൽ MA വരെ 7 വർഷം. അതിനുശേഷവും അതിനു മുമ്പും എൻ്റെ ഒരു അനുഭവം, ഈ വിദ്യാലയങ്ങൾ നടത്താൻ അറിയാവുന്നത് ഫാദർമാർക്കും സിസ്റ്റർമാർക്കുമാണ് എന്ന് ഞാൻ എല്ലായ്പ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വിവിധ വിദ്യാലയങ്ങളിൽ കേരളത്തിലുടനീളം പലയിടത്ത് സഞ്ചരിക്കുന്നതാണ്. പക്ഷേ വിദ്യാലയങ്ങൾ നടത്താൻ അറിയുക, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, അവരെ വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്യുക ഒക്കെ നടക്കുന്നത് അത്തരം വിദ്യാലയങ്ങളിലാണെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഫാത്തിമ മദ നാഷണൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ എല്ലാത്തരം കോളേജിൻ്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ച ആളുകളാണ്. ഈ പ്രീ-ഡിഗ്രി ഉണ്ടായിരുന്ന കാലമാണ്. പക്ഷേ എന്നിട്ടും ഞങ്ങൾക്ക് ആ കോളേജിൽ ഏതോ ഒരു തരത്തിൽ ഞങ്ങൾക്ക് ഒരു സ്നേഹം ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ SN കോളേജിൽ അങ്ങനെ ഒരു സ്നേഹം ലഭിച്ചിരുന്നില്ല എന്ന് അവിടുത്തെ കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ അവർ പറയുമായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ആ സ്നേഹം അനുഭവിക്കാൻ ഇടയാകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ലോകത്ത് സ്നേഹത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു ജ്യോതിസിൻ്റെ പേരിലാണ് ഈ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. സ്നേഹത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട് ധാരാളം പേർ. ശ്രീബുദ്ധൻ സ്നേഹത്തിന് വേണ്ടി ജീവിച്ച ആളാണ്. നമ്മളുടെ ഭാരതീയ പാരമ്പര്യത്തിലെ ഈ ഋഷിമാരൊക്കെ സ്നേഹത്തിന് വേണ്ടി ജീവിച്ച ആളുകളാണ്. അവരൊക്കെ ധാരാളം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്നേഹത്തിന് വേണ്ടി ജീവിച്ച് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാൽ അത് അത്യധികം സമർപ്പണത്തോടുകൂടി ചെയ്യാം എന്ന് ലോകത്തെ കാണിച്ചു തന്ന ഒരു മഹാപ്രകാശത്തിൻ്റെ പ്രതിഫലനമെന്ന നിലയിലാണ് നമ്മളുടെ ഈ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്നേഹം നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ ഒരു ഓണക്കാലത്താണ് ഒത്തുചേർന്നിരിക്കുന്നത്. ഓണത്തെക്കുറിച്ച് ഫാദർ സിറിയക്കാനയിൽ ഇവിടെ നിങ്ങളോട് സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നുണ്ടല്ലോ, എനിക്ക് സാറിവിടെ അതിമനോഹരമായിട്ട് ഓണപ്പാട്ടിൻ്റെ 4 വരികൾ പാടുകയും ചെയ്തു. ഈ മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഈ മാവേലി ഓർഡർ ഇട്ടതുകൊണ്ടാണോ ആളുകളൊക്കെ ഒന്നുപോലെ ആയത്? മാവേലി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടാവുകയും അദ്ദേഹം ഇന്നു മുതൽ മനുഷ്യരെല്ലാം ഒന്നുപോലെയാണ് ആയിരിക്കണം എന്ന് ഒരു ഓർഡർ ഇട്ടത് കൊണ്ടാണോ, ഉത്തരവിറക്കിയത് കൊണ്ടാണോ അങ്ങനെ എല്ലാവരും ഒന്നുപോലെ ആയത് എന്ന് ഞാൻ എല്ലായ്പ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ, മാവേലി മനുഷ്യർ ഒന്നുപോലെ ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടിലെവിടെയും മാവേലി അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നില്ല കേട്ടോ. മാവേലി നാട് വാഴും കാലം എന്നേ പറയുന്നുള്ളൂ. മാവേലി അങ്ങനെ പറഞ്ഞു എന്നോ മാവേലി അത് നടപ്പിലാക്കിയെന്നോ എവിടെയും പറയുന്നില്ല. നാട് വാഴുന്ന കാലം അങ്ങനെയായിരുന്നു. ഒരു കാലം അങ്ങനെ ആയത് എന്തുകൊണ്ടാണ്? അവിടുത്തെ മനുഷ്യരങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ സർക്കാർ ഓർഡർ ഇട്ടാൽ ലോകത്ത് സമത്വം വരുമോ? അങ്ങനെയാണെങ്കിൽ സർക്കാർ ഓർഡർ അനുസരിച്ച് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണ്ടേ? ഓർഡർ ഇടുന്ന സർക്കാർ തന്നെ അത് തെറ്റിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു രാജാവിൻ്റെ മാത്രം മഹിമ കൊണ്ടല്ല, കേരളത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മഹിമ കൊണ്ടാണ് നമുക്ക് സമത്വം ഉണ്ടായത്. അതിൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്നതുകൊണ്ട് നമ്മളിലും അതിൻ്റെ ഏതോ ഒരു ഘടകം പ്രവർത്തിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. അതുകൊണ്ട് മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരാണ് അതിനുവേണ്ടി പ്രയത്നിച്ചത്.
എല്ലാ മനുഷ്യരും ഒന്നുപോലെയാകും എന്ന് വിചാരിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്ത് ആരംഭിച്ച ഭരണങ്ങളൊന്നും സമത്വം നൽകിയില്ല എന്ന് മാത്രമല്ല, വലിയ സമത്വരഹിതമായിട്ടുള്ള സമൂഹം ഉണ്ടാക്കുക കൂടി ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മളുടെ മുമ്പിൽ പാഠമായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇതേതോ ഒരു കവിയുടെ ഭാവനയാണ് കേട്ടോ. അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നോ? കേരളീയ ചരിത്രത്തിൽ എവിടെയും അങ്ങനെ മനുഷ്യരെല്ലാവരും സമത്വത്തോടുകൂടി ജീവിച്ച ഒരു കാലം മനുഷ്യനുണ്ടായതിന് ശേഷം എവിടെയുമില്ല. മനുഷ്യരങ്ങനെ ജീവിച്ചിട്ടേ ഇല്ല കേട്ടോ. എല്ലാ കാലത്തും അസമത്വമുണ്ട്. എല്ലാ കാലത്തും ഉള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്, അധികാരമുള്ളവനുണ്ട്, അധികാരമില്ലാത്തവനുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും അത് നിലനിൽക്കെ ഇവിടുത്തെ കേരളത്തിലെ ഏതോ ഒരു കവി, ഒരുപാട് കാലം പഴയതൊന്നും ആവാൻ വഴിയില്ല, കാരണം എഴുത്തച്ഛൻ്റെ ഭാഷയിൽ നിന്നൊക്കെ പിന്നീട് വന്നിട്ടുള്ള ഒരു ഭാഷയാണ് അതിൻ്റേത്. മാവേലി നാടു വാണിയിടും കാലം, തമിഴിൻ്റെ കലർപ്പൊന്നും ഇല്ലാത്ത നല്ല ശുദ്ധ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പഴക്കമുള്ള ഒരു കവിത പോലും ആവണമെന്നില്ല. അപ്പോൾ ഏതോ ഒരു കവിക്ക് എല്ലാ മനുഷ്യരും തുല്യരായി തീരുകയും കളവുകളില്ലാതിരിക്കുകയും കുഞ്ഞുങ്ങൾ രോഗം കൊണ്ട് മരിച്ചു പോകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല കാലമുണ്ടായിരുന്നു. അവിടെ അളവ് തൂക്കങ്ങളിലൊന്നും ആരും മായം കാണിക്കാത്തൊരു കാലമുണ്ടായിരുന്നു എന്ന് വിചാരിക്കാൻ വേണ്ട പ്രതിഭയുള്ളൊരു കവി ഉണ്ടായിരുന്നു. നമ്മളൊക്കെയാണ് ഇപ്പോൾ പുസ്തകം എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ പേര് വലുതായിട്ട് അച്ചടിക്കുകയും പുസ്തകത്തിൻ്റെ പേര് ചെറുതായിട്ട് അച്ചടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ കവി ഇത് ഞാനാണ് എഴുതിയത് എന്ന് എല്ലാവരും അറിഞ്ഞിട്ട് എനിക്ക് പട്ടും വളയും വേണമെന്ന് വിചാരിക്കാത്ത ഏതോ കവിയാണ്. നമുക്കറിഞ്ഞുകൂടത് ആരാണ് എഴുതിയതെന്ന്. ശങ്കര കവി എന്ന് പറയുന്നൊരു കവിയാണ് എഴുതിയതെന്ന് പറയുന്നു. ഒരു ഉറപ്പൊന്നുമില്ല. ഇതിൻ്റെ ബാക്കി വരികൾ നമ്മൾ കണ്ടെടുത്തിട്ടുമില്ല കേട്ടോ. ഇത് ബാക്കി വരി എന്ന് പറഞ്ഞിട്ട് വർക്കല ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഗവേഷകൻ 10, 68, 70 വരികൾ ഇതിൻ്റെ ബാക്കി കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പണ്ഡിതന്മാരാരും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഉറപ്പില്ലാത്ത ഏതോ ഒരു കവി, നമുക്ക് ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാൾ നമുക്ക് സമ്മാനിച്ച 12 വരികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കേരളീയർ ഇത്രയും കാലം ഞങ്ങൾക്കൊരു സമത്വമുള്ള കാലമുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഞാനൊരു നല്ല പ്രായമുള്ള ആളാണ്, ഇപ്പോൾ എനിക്ക് 60 വയസ്സുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് എന്നെ സംബന്ധിച്ച് ഓണം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിലുള്ള കുട്ടികളെ സംബന്ധിച്ച് ഓണം എന്ന് പറഞ്ഞാൽ ആ 5 ദിവസം ഞങ്ങൾക്ക് 3 നേരവും അരിയാഹാരം കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഓണം. ഞാൻ എൻ്റെ കൂട്ടുകുടുംബത്തിലാണ് ജീവിച്ചത്. കുറച്ച് നെല്ലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ നെല്ലൊന്നും ഒരു വർഷത്തിൽ മുഴുവൻ കഴിക്കാൻ തികയൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാച്ചിൽ ചേനയൊക്കെ പുഴുങ്ങി തരുന്നു. ചക്കയുടെ സീസൺ ആകുമ്പോൾ നിറയെ ചക്ക കഴിക്കുന്നു. നമ്മൾ 3 നേരവും ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്നു. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു കാലത്ത് ഈ 5 ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമൃദ്ധമായി അരിയാഹാരം കിട്ടുന്ന ദിവസമായിരുന്നു. പലഹാരങ്ങളൊക്കെ അപൂർവമായിരുന്ന കാലത്ത് ഈ ഓണത്തിൻ്റെ 5 ദിവസങ്ങളിൽ പലഹാരങ്ങൾ കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഓണം അങ്ങനെ ഈ 5 ദിവസം അന്നമായിട്ട് അവതരിക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഓണം. എനിക്ക് വർഷത്തിൽ 2 തവണയെ ഉടുപ്പ് പുതിയത് കിട്ടിയിരുന്നുള്ളൂ കേട്ടോ. ഉടുപ്പ് നിക്കറും പുതിയത് കിട്ടിയത് 2 തവണ. ഒന്ന് ഞങ്ങളുടെ നാട്ടിലെ മുഖത്തിലെ ഉത്സവത്തിനും പിന്നെ ഒന്ന് ഓണത്തിനും. ഞങ്ങളുടെ നാട്ടിൽ ആകെ ഒരു തുണിക്കടയേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഏതെങ്കിലും 2, 3 തരത്തിലുള്ള തുണി കൊണ്ടുവരും. ഈ നാട്ടുകാർ മുഴുവൻ ഇത് തിരഞ്ഞെടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളിപ്പോൾ കടകളിലൊക്കെ കയറിയാൽ എത്ര നേരമാണ് നമ്മൾ തുണി എടുക്കാൻ നിൽക്കുക. നമ്മൾ ഒരു 10,000 തുണി അയാളെ കൊണ്ട് എടുത്തിടിപ്പിച്ചിട്ട് ആദ്യം എടുത്ത തുണി നമ്മൾ എടുത്തുകൊണ്ട് പോരും. അയാൾക്ക് ഒരു ജോലി വേണമല്ലോ എന്നാണ് നമ്മളുടെ വിചാരം. വെറുതെ നിർത്തിയിരിക്കുകയല്ലോ. അപ്പോൾ അന്ന് ആകെ 2, 3 തരം തുണികൾ ഉള്ളതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഓണക്കാലത്തൊക്കെ കളിക്കാൻ കൂടുമ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ടതുപോലെയാണ് പിള്ളേർ നിൽക്കുക. ഇത്രയും തുണികളല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പുതിയ തുണിയായിരുന്നു ഓണം, പുത്തൻ ഉടുപ്പായിരുന്നു ഓണം, വയറു നിറച്ചുള്ള ഭക്ഷണമായിരുന്നു ഓണം. ഓണമാണ് കേരളീയർ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ. നമ്മളിപ്പോൾ മോട്ടിവേഷന് വേണ്ടി എത്ര പൈസയാണ് ചിലവാക്കുക? നിങ്ങൾ ഫേസ്ബുക്ക്, നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ തുറന്നു കഴിഞ്ഞാൽ മോട്ടിവേഷൻ്റെ പ്രളയമാണ്. വാട്സപ്പിലൊക്കെ രാവിലെ ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം ചേർന്നിട്ട് കൊട്ടക്കണക്കിനാണ് നമുക്ക് മോട്ടിവേഷൻ കോട്ട്സ് അയച്ചു തരുന്നത്, ഇല്ലേ? ഇഷ്ടം പോലെയാണ്. നമ്മൾ ഈ അയൽക്കാരൻ്റെ വീട്ടിലേക്ക് അയാൾ അറിയാതെ വേസ്റ്റ് എടുത്തിരുന്നത് പോലെ നമ്മൾ ഈ വാട്സപ്പിലേക്ക് കിട്ടുന്നതെല്ലാം ഇങ്ങോട്ട് അടുത്തവൻ്റെ ഇതിലേക്ക് മറിച്ചിടും, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്ക് മറിക്കും. എത്ര മോട്ടിവേഷൻ! എന്നിട്ട് നമ്മൾ നന്നാവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, നമ്മൾ നന്നാവുന്നില്ല. അത് വായിക്കാതെയാണ് നമ്മൾ അടുത്ത ജീവിതത്തിലേക്ക് പോവുക. പക്ഷേ കേരളത്തിൽ അങ്ങനെ ആയിരുന്നില്ല. കേരളീയർക്ക് ഓണം എന്നതൊരു മോട്ടിവേഷനായിരുന്നു. കടം വാങ്ങിയാൽ നമ്മൾ പറയുമായിരുന്നു ഓണം വരട്ടെ തിരിച്ചു തരാമെന്ന്. കല്യാണം ആലോചിച്ചാൽ പറയുമായിരുന്നു ഓണം വരട്ടെ കല്യാണം നടത്താമെന്ന്. നമ്മളങ്ങനെ സകലതിനും, എല്ലാ ശുഭകാര്യങ്ങൾക്കും നമ്മൾ ഓണം വരട്ടെ എന്ന വലിയ പ്രതീക്ഷയിൽ ജീവിച്ചിട്ടുള്ള ഒരു വലിയ തലമുറയുടെ ബാക്കിയാണ് നമ്മൾ. ഇപ്പോൾ നമുക്ക് ഓണം അതൊന്നുമല്ല. ഇപ്പോൾ ഓണം നമുക്ക് നേരത്തെ ഇവിടെ പാടിയതുപോലെ പല മൂടുകളാണ്, അല്ലേ? ഓണമൂട്, പപ്പടമൂട്, ഓണമൂട്, സദ്യമൂട്, ഓണമൂട്, പ്രസംഗമൂട് എന്ന് നിങ്ങൾ പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം.
ഇപ്പം ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ഓണം മൂഡ്, പ്രസംഗ മൂഡ് എന്ന് പറയണം എന്നാണ് അഭിപ്രായം. അപ്പോൾ നമ്മളങ്ങനെ ഓണം ഓരോ മൂഡായി മാറി. മൂടെന്ന് പറയുന്നതിൻ്റെ സ്വഭാവം എന്താ? നമുക്കത് മാറിയാൽ അത് നമ്മളിൽ നിന്നും പോകും എന്നാണ്. ഈ മൂടങ്ങ് മാറിയാൽ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷേ ഓണം അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഓണം ഒരു ശാശ്വതമായ സന്തോഷമായിരുന്നു, എല്ലാ കാലത്തും നിലനിൽക്കുന്ന സന്തോഷം. അതിനകത്ത് ഏതോ കാലത്ത് ഈ മഹാബലിയും വാമനനും ഒക്കെ വന്ന് കയറി പുതിയ കഥകളൊക്കെ ഉണ്ടായി അതിനെ വേറൊരു തരത്തിലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ വലിയ തർക്ക വിഷയമാണ്. ആളുകൾ ഇതാണോ ഓണത്തിൻ്റെ അന്ന് മഹാബലിയെ അല്ല പൂജിക്കേണ്ടത്, വാമനനെയാണ് പൂജിക്കേണ്ടതെന്നൊക്കെ പറയുന്ന പുതിയ ആളുകളൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ. ONV സാർ കവിതയിൽ എഴുതിയതുപോലെ അസുരൻ എന്ന് പേര് ചൊല്ലി ആര് വിളിച്ചാലും വസുധയുടെ മക്കളെ ആ നൃപൻ ഒരുപോൽ കണ്ടു എന്ന്. അസുരൻ എന്ന് ആര് പേര് ചൊല്ലി വിളിച്ചാലും ഭൂമിയുടെ മക്കളെ ഒന്നുപോലെ കണ്ട ഒരു രാജാവുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അസൂയ മുഴുത്തിട്ട് ഈ ധരയുടെ ശിരസിൽ ലസിച്ചു നരപോൽ ദേവപുരോഹിത ദുഷ്പ്രഭുവർഗം എന്ന് വൈലോപ്പള്ളി പറയും. ഈ ഭൂമിയിൽ വളർച്ച കണ്ടിട്ട്, മഹാബലിയുടെ കാലത്തെ വളർച്ച കണ്ടിട്ട് ഈ ധരയുടെ ശിരസിൽ ലസിച്ചു നരപോൽ. അങ്ങനെ നര വളരുന്നത് പോലെ ജീർണിക്കുന്നതാണല്ലോ നര. ആ നര വളരുന്നത് പോലെ ദേവന്മാരും പുരോഹിതന്മാരും ഒക്കെയുള്ള വർഗം വളർന്നുവെന്നും മഹാബലിയെ ചവിട്ടി താഴ്ത്തിയെന്നാണ് കഥ. അപ്പോൾ നമ്മൾ ആ തരത്തിലുള്ള കഥകളൊക്കെ വിശ്വസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നന്മകൾക്ക് നേരെയും എല്ലാ കാലത്തും ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ആക്രമണങ്ങളെ ചെറുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിനെയൊക്കെ മലയാളി ചെറുത്തത് ഓണമെന്ന സങ്കല്പം ഉപയോഗിച്ചിട്ടാണ്. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ. ഓണം എന്നത് വലിയ പ്രതീക്ഷയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. 15 മിനിറ്റ് സംസാരിക്കണം എന്ന് ആശ ടീച്ചർ എന്നോട് പറഞ്ഞത്. ഞാനിപ്പോൾ 13 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചു. ഇനി 2 മിനിറ്റ് കൂടി സംസാരിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കും. ഈ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഊഞ്ഞാലാണല്ലോ. എന്താണ് ഈ ഊഞ്ഞാലാടുക? ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഊഞ്ഞാലാടുക എന്നാൽ നമ്മൾ കാല് നിലത്തൂന്നിയിട്ട് മുകളിലേക്ക് ഉയർന്നു പോയി, നമ്മളന്ന് പറയാ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പറയാം എത്താക്കൊമ്പത്തെ ഇല കടിച്ചുകൊണ്ട് വരും എന്നാണ്. ചേട്ടന്മാരൊക്കെ അതിനകത്ത് കയറി 2 കാലിൽ എഴുന്നേറ്റ് നിന്നിട്ട് തണ്ട് പെരുക്കുക എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ ആടിയിട്ട് അങ്ങനെ വളരെ ഉയരത്തിലേക്ക് പോയിട്ട് താഴേക്ക് വരും. താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് തിരിച്ച് പിന്നെ ഉയരണമെങ്കിൽ എവിടെ ചവിട്ടണം? ഈ മണ്ണിൽ ചവിട്ടണം. ഈ മണ്ണിൽ നമ്മൾ ചവിട്ടിയിട്ട് എത്താക്കൊമ്പത്തെ ഇല പോലെ ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് ഉയർന്നു പോയിട്ട്, ONV സാർ പാട്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ, തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാലിനിലകളെ ആയത്തിൽ തൊട്ടേ വരാം എന്ന് പറയുന്നുണ്ട്. ആകാശത്തിൻ്റെ പൊന്നാലിലകളെ തൊടാൻ എത്ര ഉയരത്തിലേക്ക് പോയാലും നിങ്ങൾ തിരിച്ച് ഈ മണ്ണിൽ കാല് ചവിട്ടണം എന്നാണ് ഓണത്തിൻ്റെ സങ്കല്പം നമ്മളോട് പറഞ്ഞത്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് സാധിക്കാനുള്ള ഏതോ വലിയ ഒരു സ്വപ്നത്തിലേക്ക് ഉയർന്നു പോയിട്ട് വീണ്ടും തിരികെ നിങ്ങൾ ഈ മണ്ണിലേക്ക് എത്തണം എന്നാണ് ഓണം നമ്മളോട് പറഞ്ഞത്. വൈലോപ്പള്ളിയുടെ കവിത ഒന്നുകൂടി ഓർത്ത് ഞാനത് അവസാനിപ്പിക്കാം. നഷ്ടവസന്ത സ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് ഇളവറ്റു പറക്കും പക്ഷികൾ പോൽ ഇരുസന്ധ്യ തൊടുക്കും താരകൾ പോലെയാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു. നഷ്ടവസന്തത്തിൻ്റെ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള നഷ്ടവസന്ത സ്ഥലികളിൽ നിന്ന് സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് കിട്ടാനുള്ള സമൃദ്ധ വസന്തത്തിൻ്റെ സ്ഥലത്തേക്ക് പോയിട്ട് ഇളവറ്റു പറക്കും പക്ഷികൾ പോൽ, നമ്മൾ ഈ ക്ഷീണമില്ലാതെ പറക്കുന്ന പക്ഷികളെ പോലെ, ഇരുസന്ധ്യ തൊടുക്കും താരകൾ പോലെ, 2 സന്ധ്യകളിലും ഉദിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ നമ്മൾ അങ്ങനെ ഓണത്തിൻ്റെ മഹത്തായിട്ടുള്ള ആത്മാവ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ആ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ പ്രതീക്ഷിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞതിൽ ഒരക്ഷരം മനസ്സിലായിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. നമ്മളങ്ങനെ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഏതോ കാലത്ത് കേട്ടതാണ് പിൽക്കാലത്ത് തളർത്തു വരിക. നമ്മളതൊക്കെ ഓരോ വിത്താണ്. ഇപ്പം കേട്ടതൊന്നും പിടികിട്ടിയിട്ടില്ല. എന്തൊക്കെയോ ഒരു മനുഷ്യൻ വന്നിട്ട് കട്ടി നിറമുള്ള ജുബ്ബയൊക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യൻ വന്ന് ഒരു ഓണക്കാലത്ത് മുണ്ടൊക്കെ ഉടുത്തിട്ട് അയാൾ വന്നിട്ട് എന്തൊക്കെയോ, പക്ഷേ ആ പറഞ്ഞു പോയ പാസീവ് ലിസണിങ് ഉണ്ടല്ലോ, നമ്മളുടെ ഈ പാസീവ് ലിസണിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അറിവ്. നമ്മളുടെ കുട്ടികൾ നമ്മൾ പോലും അറിയാതെ കേൾക്കുന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഉള്ളിൽ ഉറയ്ക്കുക. നമ്മളുടെ നാട്ടിലിപ്പോൾ കേൾക്കാൻ ഒരവസരവുമില്ല എന്ന് നമ്മൾ വിചാരിക്കണം. കാണാൻ മാത്രം അവസരമുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നന്നായി കേട്ടിരുന്നതിൻ്റെ പരിണത ഫലങ്ങളാണ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സകലതും. എല്ലാ പ്രവാചകന്മാരും സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഒരു പുസ്തകം എഴുതിയിട്ടില്ല കേട്ടോ. യേശു എഴുതിയൊരു സുവിശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. ബുദ്ധൻ എഴുതിയൊരു പുസ്തകം കാണിച്ചതെല്ലാം കേട്ടതാണ്. കേട്ടത്ത് ഓർമ്മയിൽ സൂക്ഷിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നതാണ്. ആ മഹത്തായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള നമ്മൾ ഓണപ്പാട്ടെന്ന 12 വരി നമ്മൾ കേട്ട് പകർന്നെടുത്തതിൻ്റെ സത്തയിലും ചൈതന്യത്തിലുമാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധവും സുന്ദരവുമായ ഓണമുണ്ടാവട്ടെ. ഈ കുഞ്ഞുങ്ങൾ എല്ലാ വിധത്തിലും
അനുഗ്രഹിക്കപ്പെട്ടവരാവട്ടെ എന്ന് ആശംസിച്ച്, നമ്മൾ വേഷം കെട്ടിയിരിക്കുന്ന മാവേലിക്ക് കുടവയറില്ല എന്നതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. സാധാരണ മാവേലിയൊക്കെ ഭീകര കുടവയറും, നമുക്ക് അദ്ദേഹത്തിന് ഈ പണ്ടൊക്കെ ഈ വലിയ കുടം കണക്കിന് കള്ളു കുടിക്കുന്ന ആളുകൾക്കാണ് അത്രയും കുടവയർ വരിക. അപ്പോൾ അത്തരം കുടവയറില്ലാത്ത നല്ല സുന്ദരനായിട്ടുള്ള ഒരു മാവേലിയെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തിയത് വഴി നിങ്ങൾ ഓണത്തെ ബഹുമാനിക്കുകയാണ് ചെയ്തത് എന്ന് കൂടി പറഞ്ഞ് 17 മിനിറ്റ് ഞാൻ സംസാരിച്ചു. അതിൽ 2 മിനിറ്റ് ഞാൻ അധികം എടുത്തതാണ് എന്ന് നിങ്ങളോട് പറഞ്ഞ് അതിന് ഞാൻ ക്ഷമാപണം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ. നീതിയുടെയും പ്രജാക്ഷേമത്തിൻ്റെയും പ്രതീകമായി മലയാളികളുടെ മനസ്സിൽ പ്രതാപത്തോടെ പ്രതിഷ്ഠിതനാണ് മഹാബലി ചക്രവർത്തി. നവസാങ്കേതികതയുടെ ഈ കാലഘട്ടത്തിലും ആ പ്രതിച്ഛായയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നിൻ്റെ സന്തോഷവും നാളെയുടെ പ്രതീക്ഷയുമായി കനിവിൻ്റെ നിലയ്ക്കാത്ത പ്രവാഹമായി ഓരോ മലയാളിയുടെയും മനസ്സിൽ അത് നിലകൊള്ളുന്നു. ഓണസന്ദേശം നൽകുന്നതിനായി ആരാധ്യനായ മഹാബലിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ നിങ്ങളുടെ മഹാബലി. ഓണാഘോഷം നിങ്ങൾ ഇത്രയും സന്തോഷത്തോടെ, വർണ്ണാഭമായ പരിപാടികളോടെ, ഐക്യത്തോടെ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഭരിച്ചിരുന്ന കേരളം സമത്വവും സ്നേഹവും നിറഞ്ഞൊരു നാടായിരുന്നു. ഇന്ന് നിങ്ങൾ നടത്തിയ ആഘോഷം കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സ്നേഹത്തോടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. ഇനി ഞാൻ എൻ്റെ ലോകത്തേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഓരോ ഓണത്തിനും ഞാൻ നിങ്ങളെ കാണാൻ തിരികെ വരും. അതുവരെ നിങ്ങൾ പഠനത്തിലും കളിയിലും നല്ല മനസ്സിലും മുന്നേറട്ടെ. എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണക്കാഴ്ചകളിൽ മനം നിറഞ്ഞു നിൽക്കുന്ന നാം ഏവരെയും വിസ്മയിപ്പിക്കും വിധം ചടുലതാള ഭാവങ്ങളോടെ നൃത്താവിഷ്കാരവുമായി നമ്മെ സന്തോഷിപ്പിക്കുവാൻ അണിചേരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാർ. ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം
പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വെയിലൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം പാടത്തെ പാട്ടിൽ നിന്നോർത്തെടുക്കാം ഈണങ്ങൾ മേടത്തിൽ ചിങ്ങത്തിൽ പൂത്തിറങ്ങും വർണ്ണങ്ങൾ എണ്ണിത്തീരുന്നെങ്കിൽ ചൊല്ലിത്താ കഥകൾ നിറയും പല മട്ടുക്കും പാട്ടുകൾ പാടിത്താ തേരാറ്റിൻ തീരത്തെ പമ്പയാറ്റിനോരത്തെ പൂന്തോപ്പിൽ മാങ്കാവിൽ നാളികേരത്തോട്ടത്തിൽ തത്തി തത്തി പോകും പൂങ്കാറ്റേ രുചികൾ പടരും മരുതപ്പാട്ടിൻ നീട്ടുകൾ മൂളിത്താ മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വെയിലൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം കൊച്ചുവെണ്ണി കുയിലാളിരുത്തി താരേ തെറ്റു വേണം കുഴൽ വേണം കുറവ വേണം
കുട്ടനാടൻ പുഞ്ചയിലെ പെണ്ണെ കുയിലാളെ പെയ്യുന്നു വേണം കൂടെ വേണം പുരവ വേണം തിരുവോണത്തിന് മുമ്പ് തന്നെ ഓണത്തിൻ്റെ തനിമറിയിച്ചുകൊണ്ട് എത്തുന്ന ഓണപ്പാട്ടുകൾ മലയാളികൾക്ക് അഭൗമമായ ദിവ്യസുഗന്ധം നൽകുന്നതാണ്. നിത്യനൂതനമായ ഗാനതരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദകോലാഹലങ്ങൾക്കിടയിലും ഓണപ്പാട്ടുകൾ പുതുമയോടെ നിലകൊള്ളുന്നു. മനോഹരമായ ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു പ്രിയ കൂട്ടുകാർ. Saga ma pa ga ma pa ni sa sa ni ni pa pa ma ma ga ga sa sa ni ni pa ni sa ga
താളം നിറയും മംഗളമാകെ. ഓണം പൊന്നോണം പൊന്മലരോണം, തിരുവാതിര താളം നിറയും മംഗളമാകെ. തുടിമേളം തകമേളം തകതേ തകതേതാരോ, തുടിമേളം തകമേളം തകതേ തകതേതാരോ, നിറമാലകളായി മലനാടിക മഞ്ജുള നാടായി. മുഖ്യാതിഥി മുഖത്തല ശ്രീകുമാർ അവർക്ക് ഓണോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ബർസാർ ഫാദർ ടാംസൺ ചെന്നിത്തല CMI ക്ഷണിക്കുന്നു. PTA വൈസ് പ്രസിഡന്റ് ശ്രീമാൻ രാഹുൽ രാജീവിനെ ഓണ സന്ദേശം നൽകുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമ്മുടെ പ്രിൻസിപ്പൽ സാർ, ഇഷ്ടാദി എല്ലാവരും ഓണത്തെക്കുറിച്ച് വളരെ ഗംഭീരമായി പറഞ്ഞു. അതിഗംഭീരമായി നമ്മളിവിടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെയും നമ്മുടെ എല്ലാ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും വകയായി എല്ലാവർക്കും ഒന്നും കൂടി ഓണാശംസകൾ പറയുന്നു. നന്ദി, നമസ്കാരം. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇന്നിവിടെ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഫാദർ സിറിയക് കാനായൽ CMI ക്ഷണിച്ചുകൊള്ളുന്നു. നൃത്തവും അഭിനയവും സമഞ്ജസമായി മേളിക്കുമ്പോൾ ഉണ്ടാകുന്ന നടന വിസ്മയം. താളലയ ഭംഗിയിൽ ഈ മനോഹര ദൃശ്യവിരുന്ന് UP വിഭാഗത്തിലെ കലാപ്രതിഭകളിലൂടെ നമുക്ക് കാണാം. ഓണസങ്കല്പങ്ങൾ കാലത്തിനൊത്ത് മാറി വരുന്നു. കാലവും കാഴ്ചപ്പാടുകളും മാറുമ്പോഴും പുതിയ മാറ്റങ്ങളെ പഴയ മിത്തുകളുമായി സംയോജിപ്പിച്ച് ഓണക്കാഴ്ചയൊരുക്കാൻ മലയാളിക്ക് സാധിക്കുന്നു. മാവേലി നാടെന്ന ഒരുമയുടെ സങ്കല്പവും കള്ളവും ചതിയുമില്ലാത്ത സത്യസന്ധതയുടെ കാലവും നല്ലവനായൊരു ചക്രവർത്തിയുടെ പാതാള പ്രവേശത്തിന്റെ ത്യാഗസ്മരണയുമൊക്കെ നമ്മൾ പുതിയ കാലത്തെ മാറ്റങ്ങളുമായി ചേർത്തു നിർത്തുകയാണ്. പ്രഭോ, യാത്രയ്ക്ക് തയ്യാറാണെങ്കിൽ പോകാമായിരുന്നു. നോം തയ്യാറാണ്. എവിടെ നമ്മുടെ ഓലക്കുട? എന്റെ പ്രഭോ, എത്ര നാളായി ഈ ഓലക്കുടമേ നടക്കുന്നു. കഴിഞ്ഞ വർഷമേ അത് പൊളിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോഴോ കുറെ അധികം ചുതലു മരിച്ചു. അതെ, ഈ വർഷം ഇതൊന്ന് പരീക്ഷിച്ചാലോ? കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കളറാകട്ടെ. ശരി ശരി, ഉള്ളത് കൊണ്ട് ഓണം പോലെ. മാവേലിത്തമ്പുരാൻ കേരളത്തിലേക്ക് എഴുന്നള്ളുന്നേ. ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കൂമ്പാരപ്പൊണ്ണും പോരുളും ആനപ്പുറത്തമ്പോറ്റി തമ്പുരാന്മാരും കാറ്റത്താടും കണ്ണാടിക്കൂടാരക്കൂരാപ്പും മാലരേ, മാലു, ചായ. ദേ ചേട്ടാ, ഇന്ന് തിരുവോണമാണെന്നറിയില്ലേ? എനിക്ക് പൂക്കളം ഇടണം. എന്നെ വെറുതെ ശല്യം ചെയ്യരുത്. ഓ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് റെസിഡൻസിന്റെ പരിപാടിക്ക് പോകാം.
ഓണം അവിടെ അടിച്ചു പൊളിക്കാം. എന്റെ മുത്തല്ലേ, നീ ഇപ്പൊ പോയി ചായ എടുക്കും. ശരി ശരി. മാലു, അച്ഛനും അമ്മ എണീറ്റില്ലേ? ആഹാ, എന്തൊരു ഉത്തരവാദിത്വമുള്ള അച്ഛൻ. അതിരാവിലെ തന്നെ റീൽസ് എന്ന് പറഞ്ഞ് പിള്ളേര് പോയിട്ടുണ്ട്. അച്ഛനും മക്കൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. എന്നെ സഹായിക്കാൻ ഈ വീട്ടിൽ ആരുമില്ല. അച്ചോടാ, പിണങ്ങല്ലേ പൊന്നെ, നിനക്ക് ഞാനില്ല. പനങ്കുല ചുരുൾമുടിയിൽ വസന്തം മണിയുള്ള കൂടം കമിഴ്ത്തും. നീ നവവധുവായി വന്നെത്തുമ്പോൾ വിരിയും പൗർണമി. ഇടനെഞ്ചിൽ തുടിക്കുന്ന തമ്പുരുവും ഇരിപ്പിടമൊരുക്കുന്ന താമരയും. ഇവിടെ കുട്ടിട്ടാലും തഞ്ചാവൂർ പട്ട് ചുറ്റിപ്പുവച്ചാലും മംഗളപ്പൂക്കുമാറി നിലാവിൻ ചന്ദനപ്പൂച്ചാന്തിട്ടാലും. ഹലോ, ഇതാരാ വരുന്നേ? നീ റെഡി ആയില്ലേ? ഫംഗ്ഷൻ തുടങ്ങി കാണും. ലക്ഷ്മിയും കവിതയോ എവിടെ? അവർ നേരത്തെ പോയി. ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ അവരുമുണ്ട്. ഇപ്രാവശ്യം ഗ്രൂപ്പ് ഡാൻസ് ഇല്ലേ? ഉണ്ട് ഉണ്ട്, ഓണം വൈബ് ഡാൻസ്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ് സൂപ്പർ ആയിരുന്നല്ലേ? അതെ അതെ. കരിതുള്ളും മിന്നലോ കടവിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ. കരിതുള്ളും മിന്നലോ കടവിഴിയിൽ വീശുമഴ കാണോ വിങ്ങുമലിവാണോ. മാറിയേ തേങ്ങലിൽ പരിഭവമുറയുന്നു. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിയിടയും മാരകേളിരാരസാവേഗം. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമതലയമായി മാറിയിടയും മാരകേളിരാരസാവേഗം. നീലനില കുളിരിലുലാവും നെയ്യാമ്പൽ പൂങ്കലമായി നീ നിന്തളങ്ങൾ കൺതുറക്കെ കാമനുണർന്നല്ലോ. മാലു, പെട്ടെന്ന് വാ, ഫാഷൻ ഷോ തുടങ്ങി.
സുഹൃത്തുക്കളെ, ഇതോടെ ഫാഷൻ ഷോ അവസാനിച്ചിരിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അടുത്ത ഒരു പരിപാടിയോടുകൂടി റോസ് വില്ല റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. സന്തോഷത്തോടെ അതിൽ പങ്കുചേരുക. പൂരമായി പൊടി പറത്തിയൊരോളമായി ചുണയുടെ പെരുമ്പടമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകിലപാടി ഞങ്ങളെ മുകളിൽ മംഗളങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി തൊടുക്കൾ சென்னை செந்தமிழ் மறந்தேன் முன்னாலே சென்னை செந்தமிழ் முழுவதும் மறந்தேன் கேரள நாட்டுக்கிளியே நீ சொல்லு வசியம் வைத்தாயும் சென்னை செந்தமிழ் மறந்தேன் முன்னாலே മാറുന്ന മലയാളിയുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എൻ്റെ കൊച്ചു കേരളം. കുഞ്ഞുങ്ങളെ, പുതുതലമുറയുടെ ഓണസങ്കല്പങ്ങൾ നാം അംഗീകരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ സ്വപ്നഭൂമിയെ മാലിന്യം കൊണ്ട് നിറയ്ക്കരുത്. ലഹരിക്കടിമപ്പെട്ട് ജീവിതങ്ങൾ നശിപ്പിക്കരുത്. ഓണമില്ലാതെ അടഞ്ഞുകിടക്കുന്ന വീടുകൾ കാണാനും നമുക്ക് വയ്യ. മരതകപ്പട്ടുടുത്ത മലയാള മണ്ണിൽ ഓർമ്മകൾ നിറഞ്ഞ ഓണത്തിനായി നാം ഇനിയും വരും. എല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ. കസവണിഞ്ഞ് മുല്ലപ്പൂ ചൂടി ചുവട് വയ്ക്കുന്ന കന്യകമാരുടെ ലാസ്യചാരുത എത്ര ആനന്ദം പകരുന്നു. സമാനമായി കസവമുണ്ടും ഷർട്ടും ധരിച്ച് നവഭാവങ്ങൾ വിരിയിക്കുന്ന ആൺകുട്ടികളുടെ ചുവടുവെപ്പിനും വേദി സാക്ഷ്യം വഹിക്കുന്നു. 8ാം ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അവതരിപ്പിക്കുന്ന തിരുവാതിര കളി നമുക്ക് ആസ്വദിക്കാം. നാരി മനോഹാരി തരുണ്യ
ആളികളെ നടനം ചെയ്യണം. താളത്തോടും മേളത്തോടും മേളിച്ചനുകൂലത്തോടും ആളികളെ നടനം ചെയ്യണം. നല്ല കേളി ജഗത്തിൽ വളർത്തിടണം. ഹൃദയതരമൊന്നു പാടിടുവാൻ ഉദ്യോഗഭേദം കുറയ്ക്കരുതേ. ഹൃദയതരമൊന്നു പാടിടുവാൻ ഉദ്യോഗഭേദം കുറയ്ക്കരുതേ. വിദ്യുല്ലതാങ്കി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നീ സദ്യോമതാങ്കി ധനന്തക തദ്ധിമി തദ്ധയ തത്വം തത്വമെന്നു മദ്ദളം വാദയ ചന്ദ്രലേഖേ. നല്ല പദ്യങ്ങൾ ചൊല്ലുക നിരത്നലേഖേ. നമ്മുടെ മനസ്സിൽ പാടിപ്പതിഞ്ഞവയാണ് ഓണപ്പാട്ടുകൾ. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് മനസ്സിനെ തട്ടിയുണർത്തുകയും തഴുകുകയും ചെയ്യുന്ന മധുര ഓണപ്പാട്ടുമായി ക്രൈസ്റ്റ് നഗറിലെ കൊച്ചുകൂട്ടുകാർ എത്തുന്നു. ഓണപ്പൂവിളി കൊങ്ങും
എവിടെയും ആർപ്പുവിളികളും ആഘോഷത്തിമിർപ്പും കേട്ടു തുടങ്ങി. ഒപ്പം നമുക്കും പങ്കുചേരാം. നടന വൈഭവത്തിന് കണ്ണും മനസ്സും ചേർത്ത് വയ്ക്കാം. അതിനായി ചുവട് വയ്ക്കുവാനെത്തുന്നു 11ാം ക്ലാസ്സിലെ കൂട്ടുകാർ. പാടി
മാത്രം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ എൻ സ്വന്തമാക്കും. മേഘപ്പഴങ്ക് കൊണ്ട് മാനത്ത് കോട്ട കെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. മലയാളി വന്നടാ ആപ്പ് വിളിക്കടാ. ഞങ്ങൾ പൊള്ളിയാണ് കഴിവിന്റെ പേമാരി. മലയാള സിനിമകൾ ഇൻഡസ്ട്രിയുടെ ഗതി മതി. നെറ്റ്ഫ്ലിക്സിൽ പട്ടം കണ്ട് നിന്നെയൊക്കെ കിളി മാറി. ലെഗസി 10% ലിറ്ററസി. ശശി തരൂരിന്റെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി. ഓസ്കാർ കൊണ്ടെന്ന് റസൂല് പൂക്കുട്ടി. നെഞ്ചിൽ കൂടി കൊള്ളുന്നു മോഹൻലാൽ മമ്മൂട്ടി. എവിടെ പോയാലും ഞാൻ വീണ്ടും മലയാളത്തിൽ. പ്രോട്ടീൻ ബീഫും ഞാൻ തിന്നും അധികാലത്ത്. വീണ്ടും മാടിക്കെട്ടി ചെണ്ട താളം കൊട്ടി കൊട്ടിക്കേറ് പഞ്ചവാദ്യങ്ങളെ ഭയത്തിൽ അംഗവാദ്യം. കഥകളിയുടെ വൃന്ദവാദ്യം. വള്ളംകളിയുടെ ചൊല്ല്. വിട്ടിക്കേറാൻ വന്നാൽ കൊടുക്കും നാടൻ തല്ല്. ചമ്പീട തെരുവും അച്ചമ്പീട. ബാംഗ്ലൂരിൽ ഡൽഹിയിലെ ബോയ്സ് എല്ലാം കല്ലൂടെ സൗത്ത് സ്ട്രോങ് ബോയ്. കലക്ക് കലക്ക് തെറിക്ക് തെറിക്ക് പറക്ക് പറക്ക് നോക്ക് നമ്മ സ്റ്റോറീസ്. കലക്ക് കലക്ക് തെറിക്ക് തെറിക്ക് പറക്ക് പറക്ക് മച്ചാൻ നമ്മ സ്റ്റോറീസ്. കേട്ട് നോക്ക് നമ്മ സ്റ്റോറീസ്. മിന്നലെ പിടിച്ചിടാനായി ഒരു വലയുമായി പോയി. പക്ഷെ മീൻ പിടിക്കാൻ മാൻ പിടിക്കാൻ മനസ്സില്ലാതെയായി. ഞാൻ വേട്ടയാടനായി ഒരു തവണ കൊണ്ടുപോകാം. ഇടിപൂ പറിക്കാൻ കുടിക്കാൻ ഒന്നില്ലെങ്കിൽ പോയി. മണിമുറ്റത്തമ്മാനം കളിയാടും കാവടിതൻ കുംഭമേളം. ചുണ്ടിലുണ്ട് ചിപ്പും ശബ്ദം നിന്റെ സിന്ദൂരം പൊട്ടിയ
അത്തം മൂട്ട് ഏത് മൂട്ട് പൂക്കളം മൂട്ട് ഏത് മൂട്ട് മുണ്ട് മൂട്ട് ഏത് മൂട്ട് സാരി മൂട്ട് ഏത് മൂട്ട് സദ്യ മൂട്ട് ഏത് മൂട്ട് പായസം മൂട്ട് ഏത് മൂട്ട് പപ്പടം മൂട്ട് ഏത് മൂട്ട് ഓണമൂട്ട് ഏത് മൂട്ട് അത്തം മൂട്ട് ഏത് മൂട്ട് പൂക്കളം മൂട്ട് ഏത് മൂട്ട് മുണ്ട് മൂട്ട് ഏത് മൂട്ട് സാരി മൂട്ട് ഏത് മൂട്ട് സദ്യ മൂട്ട് ഏത് മൂട്ട് പായസം മൂട്ട് ഏത് മൂട്ട് പപ്പടം മൂട്ട് ഏത് മൂട്ട് ഒളി മൂട്ട് നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആഘോഷം കൂടിയാണ് ഓണം. മലയാളിയുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നതാണ് ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ കൂടി ഈ ആഘോഷം നമ്മെ പഠിപ്പിക്കുന്നു. മലയാളികൾക്ക് ഒത്തുചേരലിന്റെ നാളുകൾ കൂടിയാണ് ഓണം. അതിനാൽ ഒരുമയോടെ കൈകോർത്തുകൊണ്ട് ഓണനാളുകളെ നമുക്ക് വരവേൽക്കാം. എങ്ങും സമ്പൽ സമൃദ്ധിയും പൂർണ്ണതയും കളിയാടുവാനും നന്മയുടെ വിളനിലമായി ഓരോ ആഘോഷത്തെ മാറ്റുവാനും നമുക്ക് കഴിയണം. അങ്ങനെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ഈ ഓണം നമ്മുടെ മനസ്സുകളിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറയ്ക്കട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുത്തനുണർവ് നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഒരിക്കൽ കൂടി ഏവർക്കും ഓണാശംസകൾ.